മോദി സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികൾ ബംഗ്ലാദേശിലും ചർച്ചയാവുകയാണ്. ജനപ്രിയ പദ്ധതികളായ ആയുഷ്മാൻ ഭാരത്, ലഡ്കി ബഹിൻ യോജന എന്നിവയാണ് സമാനമായ വാഗ്ദാനങ്ങളുമായി ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ ആകർഷിച്ച് മോദി സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്നതിനാണ് ഇവരുടെ പ്രതീക്ഷ. വിവരങ്ങൾ നൽകാൻ സാന്ദ്ര എ ഷാജി ചേരുകയാണ്. സാന്ദ്ര, ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ എത്രത്തോളം ഭാരതത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ആ ജനഹൃദയങ്ങൾ എത്രത്തോളം ആ പദ്ധതികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ ഈ പദ്ധതികളൊക്കെയും അതിൻ്റെ മറ്റൊരു പകർപ്പായി അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ. അത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ വോട്ട് തേടുന്നതും ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നതും. അതൊക്കെയും വോട്ടായി മാറുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും, അല്ലേ? തീർച്ചയായും കെ പി ഗൗതം, നയതന്ത്ര ബന്ധത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അടുക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ന് ഇതിനു മുമ്പ് വന്ന പ്രകടന പത്രികകളിൽ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് തങ്ങളുടെ താല്പര്യം എന്ന് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഇലക്ഷന് മുൻപായിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവർ പുറത്തുവിട്ടിരുന്നു. ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തന പദ്ധതികളുടെ ഒരു അല്ലെങ്കിൽ ഒരു കോപ്പി എന്ന് തന്നെ പറയാം. കോപ്പി അടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, ആയുഷ്മാൻ ഭാരത് ആയിക്കോട്ടെ, ലഡ്കി ബഹിൻ യോജന ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ഭാരതത്തിൽ വിജയിച്ച പദ്ധതികളുടെ ഒരു കോപ്പിയാണ് ഇരു പാർട്ടികളും, BNP ആയിക്കോട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, ഇരു പാർട്ടികളും അവരുടെ ഇലക്ഷൻ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ നിന്നും കോപ്പി അടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. BNPയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഏറ്റവും അധികം ഉള്ളത് സ്ത്രീ വോട്ടർമാരാണ്. അവരെ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നമ്മൾ ഭാരതത്തിൽ നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള ലഡ്കി ബഹിൻ യോജനയുടെ ഒരു പതിപ്പാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 2000 രൂപ സ്ത്രീകൾക്ക് മാസം വരുമാനമായി അവർ അക്കൗണ്ടിൽ ലഭിക്കുന്ന തരത്തിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായി ഒരു മിഡ് ഡേ സ്കൂൾ പ്രോഗ്രാം നടപ്പിലാക്കുമെന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ കർഷകരെ കയ്യിലെടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അവർ നമ്മുടെ കിസാൻ സമ്മാൻ നിധിക്ക് സമാനമായിട്ടുള്ള ഒരു ഫാർമേഴ്സ് എയ്ഡ് പ്രോഗ്രാം കൊണ്ടുവരുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കായി ആയുഷ്മാൻ ഭാരതിൻ്റെ അതേ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഭാരതത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിപാടികൾ തന്നെ എടുത്ത് അവർ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാരതത്തിൽ ആ പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ കൊണ്ടുവന്നാൽ നടപ്പിലാക്കാൻ കഴിവുള്ള ഒരു സർക്കാരുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കുന്ന ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതമെന്ന് പറയുന്നത്. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആഭ്യന്തര കലാപം നടക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു വംശഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമായി ചുരുങ്ങാനാണ് സാധ്യത എന്ന വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. എന്തുതന്നെയായാലും ഭാരതത്തെയാണ് അവർ വികസന മാതൃകയാക്കാൻ ആക്കി മുന്നോട്ടെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ സാന്ദ്ര, എന്തായാലും ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഭാരതത്തിൻ്റെ അഭിമാന പദ്ധതികൾ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്, അതുപോലെ തന്നെ ലഡ്കി ബഹൻ യോജന പോലെയുള്ള സ്ത്രീകൾക്ക് ആയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അതൊക്കെ ഇതാ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുന്നു. അതൊന്നും യാഥാർത്ഥ്യമാകില്ല എന്നത് വേറൊരു വസ്തുത, അത് പോട്ടെ. പക്ഷെ എങ്കിൽ പോലും ഭാരതത്തിന്റെ അതൊക്കെ മാതൃകയാക്കുന്നു. അതിന്റെ ഒരു പകർപ്പ് തന്നെയാണ് അവിടെയും ജനസമക്ഷം മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? സാന്ദ്രയാണ് വിശദമായ അപ്ഡേറ്റ്സുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്ന്.